അപ്പോൾ ബി പിയുടെ അപ്പൂൻ്റെയും കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഒരിക്കലും നടക്കില്ലെന്നാണോ സാറ് പറയുന്നത്? ഇപ്പം അതിനെക്കുറിച്ചല്ല മാഡം നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ബി പി സാറിൻ്റെ മനസ്സ് വളരെ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഏത് നിമിഷവും അത് പൂർണ്ണമായിട്ട് കൈവിട്ട് പോയേക്കാം. അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല. സാറിനെ ഉടനെ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് കെയർ യൂണിറ്റിലേക്ക് മാറ്റണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. മാഡം വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാമെന്നേ. പിന്നെ ഒരു കാര്യം, ഇനി വി പി സാറുമായി ഒരു ഓപ്പൺ ഫൈറ്റിലേക്ക് പോകാതിരിക്കാൻ അപ്പൂനോട് പ്രത്യേകം പറയണം. സാറിനെ സാറിൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കാം. ഒന്നിൻ്റെ പേരിലും സാറിന് തടയാൻ നിൽക്കരുതെന്ന് അപ്പൂനോട് പ്രത്യേകം പറയണം. ഞാനും വിളിച്ചു പറഞ്ഞേക്കാം. ശരി, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ. ഇല്ലെങ്കിൽ അങ്ങനെ വലിയ ചടങ്ങായിട്ടൊന്നുമില്ല. വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച്, പിന്നെ വൈകിട്ട് ഇവിടെ സിറ്റിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു ചെറിയ ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇല്ലില്ല, അങ്ങനെ ലീവ് എടുത്ത് കറക്കമൊന്നുമില്ല. നാളെ മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി തുടങ്ങും. താങ്ക് യു. അങ്കിള് വന്നില്ലെങ്കിലും ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. ശരി അങ്കിൾ, താങ്ക് യു. തൊടുപുഴയെന്ന് കുരിയച്ചനങ്ങൾ റോസി ആൻറ്റിയാ. നേരിട്ട് എന്ന് ക്ഷണിക്കാത്തതിന്റെ പരിഭവം രണ്ടുപേർക്കും. രാവിലെ എന്നെയും വിളിച്ച് പരാതി പറഞ്ഞിരുന്നു. നാട്ടിലുള്ളവർക്ക് സംബന്ധിക്കാൻ അവിടെ വെച്ചൊരു റിസപ്ഷൻ പ്ലാൻ ചെയ്തുകൂടെന്നും ചോദിച്ചു. നമുക്ക് കാശ് മുടക്കാൻ മടിയാണെങ്കിൽ ചെലവ് അവര് വഹിച്ചോളാന്നും പറഞ്ഞു. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ അതിന്റെ മറുപടി കൂടി ഇപ്പൊ തന്നെ കൊടുക്കായിരുന്നല്ലോ. ഈ വെൽവിഷേഴ്സ് ഒക്കെ ഇത്രയും നാൾ എവിടെയായിരുന്നു? പിന്നെ ഇന്ദിരാമയും മുരളിയും നിന്നെ വിളിച്ചിരുന്നോ? ആ, മുരളിയങ്ങളുടെ ഒരു മിസ് കോൾ കണ്ടിരുന്നു. എന്താ ഈ കാര്യം? നിന്നോട് അവിടം വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഉറപ്പായിട്ടും ചെല്ലണമെന്ന് ഇന്ദിരാമ പ്രത്യേകം പറഞ്ഞു. ഇപ്പോഴോ? എന്താ കാര്യമൊന്നുമല്ലോ പറഞ്ഞോ? നിന്നെ അവിടെ പലരും അന്വേഷിക്കുന്നുണ്ടെന്ന്. എന്നെ അവിടെ ആരന്വേഷിക്കാൻ? നീ പേടിക്കണ്ട. കല്യാണ തലേന്ന് ചെറുക്കൻ ഫ്രണ്ട്സുമായി മണവാട്ടിയുടെ വീട് സന്ദർശിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനാ നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. ഓ, അതാണോ കാര്യം? ഞാനെങ്ങും പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ജോ? മുരളിയും ഇന്ദിരാമയും നിന്നെ പറഞ്ഞുവിടുന്ന കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ. നീ പോയില്ലെങ്കിൽ ഞാൻ വേണ്ട രീതി പറയാഞ്ഞിട്ടാണെന്നല്ലേ അവര് കരുതൂ. ഒന്ന് പോയിട്ട് വാ ജോ, ഇതൊക്കെ ഒരു നാട്ടുനടപ്പല്ലേ? കല്യാണ ചെറുക്കൻ ഫ്രണ്ട്സുമായിട്ട് വധൂഗൃഹം സന്ദർശിക്കണമെന്നാണല്ലോ നാട്ടു നടപ്പ്. എനിക്ക് ഫ്രണ്ട്സ് ആരും ഇല്ലാത്തോണ്ട് പോതിരുന്ന കുഴപ്പമില്ലല്ലോ. ദേ, മണവാളനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഒന്നങ്ങ് വെച്ച് തരും ഞാൻ. നീ ഒറ്റയ്ക്ക് ചെന്നാലും അവിടെ ആരും നിന്നെ പിടിച്ച് വിഴുങ്ങാനൊന്നും പോകുന്നില്ല. മാളുവാണല്ലോ, ചെല്ലുന്നില്ലെന്ന് അറിയാൻ വേണ്ടിട്ടാവും. സംസാരിക്കും. ഹലോ, ഡോക്ടർ എവിടെ എത്തി? ഞാൻ എവിടെ എത്തിയില്ല. അതെന്താ ഇറങ്ങിയില്ല അവിടുന്ന്? ഇറങ്ങി, അല്ല ഇറങ്ങാൻ പോവാ. അതെ മളു, അത് പിന്നെ ഞാൻ ഇന്ന് തന്നെ വരണമെന്നുള്ളത് മസ്റ്റാണോ? അതെന്ത് ചോദ്യ ഡോക്ടർ? ഇവിടെ എല്ലാരും ഡോക്ടറെ അന്വേഷിക്കാം. അതെന്തിനാ അവരിന്നേ എന്നെ അന്വേഷിക്കുന്നത്? കല്യാണവും റിസപ്ഷനും ഒക്കെ നാളെ അല്ലേ? അപ്പൊ കണ്ടാ പോരെ? അതെ, നാളെ കല്യാണത്തിനും ഫംഗ്ഷനും വരാൻ പറ്റാത്ത ചിലരൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്. അവർക്ക് കല്യാണ ചെറുക്കനെ നേരിട്ട് കണ്ടാൽ കൊള്ളാന്നുണ്ട്. അതുകൊണ്ട് അവര് ഡോക്ടറെ പ്രതീക്ഷ വെയിറ്റ് ചെയ്യാം. എന്താടോ ഇതൊക്കെ? പ്ലീസ് ഒന്ന് വന്നിട്ട് പോകുന്നേ. അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടല്ലേ മുത്തശ്ശി അച്ഛനൊക്കെ വിളിച്ചു പറഞ്ഞത്. ശരി, ഞാൻ വരാം. ലേറ്റ് ആവല്ലേ പ്ലീസ്. ശരി, ഞാൻ വരാം. അസൗകര്യമാണെങ്കിൽ വേണ്ട. വൈകുന്നേരം ഹോട്ടലിൽ റിസപ്ഷൻ എത്താമല്ലോ. ശരി.
ഫുഫ്, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോ വിചിത്രമായ ആചാരങ്ങള്. അവിടെ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ ഒരു ഷോ പീസായിട്ട് നിൽക്കേണ്ടി വരുമല്ലോ കർത്താവേ. മര്യാദയ്ക്ക് വേഗം പോയിട്ട് വാ. ഇനി അവിടെയുള്ളവരെ ഇങ്ങോട്ട് വിളിപ്പിക്കാൻ ഇടയാക്കരുത്. എന്നാ ഒരു കാര്യം ചെയ്യ്, മമ്മിയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ആ വേല മനസ്സിലിരിക്കട്ടെ. എന്റെ മോൻ തനിച്ചങ്ങ് പോയാ മതി. ആൺകുട്ടികളായാലും അങ്ങനെയാ, ഇത്തിരിയൊക്കെ ധൈര്യം വേണം. ധൈര്യമൊന്നല്ല, തൊലിക്കെട്ടിന്ന് ഇതിനെ പറയുക. നിന്ന് വാചകം അടിച്ച് സമയം കളയാതെ വേഗം റെഡിയായി ഇറങ്ങാൻ നോക്ക്. ചെല് ചെല്. രാഹുൽ നമ്മുടെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന. ഇത് അശ്വിൻ, സൈറ്റ് എഞ്ചിനീയറാ. ഇതറിയാലോ, ജോൺസൺ. കഴിച്ചിട്ട് പോകാം കേട്ടോ. മോഹൻ വന്നിട്ട്. ഹലോ, ഡൈയൊക്കെ ചെയ്ത് സുന്ദരനായല്ലോ. ഒരു മാറ്റമൊക്കെ വേണ്ടേ? ഹായ് മോളെ. അശ്വതി, ഇത് മോഹൻ, ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഓൾ സൈഡ് ഡീലറാ. ആ മക്കളെ വല്ലതും കഴിച്ചോ? കഴിച്ചു. ആണല്ലോ. ഇവരൊക്കെ കഴിച്ചവരാണോ മുരളി? അമ്മ വന്നേ. മോഹൻ, ഇത് അമ്മ. നമസ്കാരം. അമ്മ, ഇത് മോഹൻ, ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഓൾ സൈഡ് ഡീലറാ. ഞങ്ങളന്ന് മോളെ ഒന്ന് കണ്ടിട്ട് വരാം. അശ്വതി, ഇവരകത്തേക്ക് കൊണ്ടുപോയി. വരൂ മോഹൻ ചെല്ല്. വാ മോളെ. ജോൺസൺ, പപ്പ എന്തു പറയുന്നു? സുഖമാണല്ലോ? സുഖമായിരിക്കുന്നു. ആഹാരം കഴിച്ചിട്ട് പോവേ. ഈ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. അത് ശരി, നമുക്ക് ശരിയാക്കാതെ. മോഹൻ, ഒരു മിനിറ്റ്. അപ്പു അങ്കിൾ, അപ്പു ഇപ്പോഴാണോ വരുന്നേ? തനിച്ചാണോ വന്നത്? ഗീതയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? അമ്മയ്ക്ക് നല്ല സുഖമില്ല അങ്കിൾ, അതാ വരാത്തെ. ബിപിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. മുറി വിട്ടിപ്പോ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഞാൻ മാളുവിനെ ഒന്ന് കണ്ടിട്ട് വരാം അങ്കിൾ. വാ വാ. മുരളി, ഇത് നമ്മുടെ വിജയ് പണിക്കരുടെ മോളല്ലേ? അതെ. ഈ കുട്ടിയെ കുറിച്ചല്ലേ അന്ന് പത്രത്തിലൊക്കെ ന്യൂസ് വന്നത്? അതെ. ആള് മറ്റേ ഗ്രൂപ്പാണല്ലേ, ട്രാൻസ്ജെൻഡർ. പാവം പണിക്കരുടെ കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ഇപ്പൊ അങ്ങനൊന്നും ഇല്ലെന്നേ. കഴിച്ചിട്ട് പോണോട്ടോ. ചായ കുടിക്ക്. അപ്പു, ഗീതേച്ചി വന്നില്ലേ? ഇല്ല, അമ്മയ്ക്ക് നല്ല സുഖമില്ല. ആ, സുഖമില്ലാത്തോണ്ടൊന്നുമല്ല. ഞാൻ നേരിട്ട് വന്ന് വിളിക്കാത്തോണ്ട് എന്നോട് പിണങ്ങി വരാത്തതാവും. അല്ല, അങ്ങനെയല്ല ആന്റി. അമ്മയ്ക്ക് ശരിക്കും വയ്യാഞ്ഞിട്ട് തന്നെയാ. എനിക്കറിയാപ്പൂ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ സുശീല, ഇവിടെ ഇങ്ങനെ കഥയും പറഞ്ഞു നിന്നാ മതിയോ? ഭക്ഷണം കഴിക്കണ്ടേ? കഴിക്കാം എന്തിരേടത്തി.
ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. സൗകര്യം പോലെ മതി. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ മുത്തശ്ശി, ഉള്ളൂ. ഒന്ന് തിരക്കിനിടയിൽ നിന്നേ. വിട്ടുപോകരുതല്ലേ. ഒരു ഫോട്ടോ എടുക്കട്ടെ. കുറച്ചുകൂടെ നടത്ത്. റെഡി? ഓക്കെ. എന്നാലും നല്ല പണിയാ നീ കാണിച്ചത്. ശോഭ മക്കളെയും കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? എല്ലാരും കൂടി ഇറങ്ങി ഇങ്ങ് പോരാൻ പറ്റൂ? രവീന്ദ്രന് സുഖമില്ലാതെ കിടക്കല്ലേ. അത് പോരാത്തതിന് പിള്ളേർക്ക് ഓൺലൈൻ പരീക്ഷ നടക്കുക. അല്ല, ഇതെന്താ കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തുന്നേ? പയ്യന്റെ ആൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഏയ്, അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലെന്നേ. പിന്നെന്ത് പറയാനാ, ഇപ്പോഴത്തെ പിള്ളേരുടെ രീതികളല്ലേ. അവരുടെ കല്യാണം ഇങ്ങനെ മതിയെന്ന് അവരങ്ങ് തീരുമാനിക്കല്ലേ. പുതിയ തലമുറയല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് നിന്ന് തരൂല. ആ, മാളുവിന്റെ പയ്യനുണ്ടല്ലോ, ഭയങ്കര ചിട്ടയും ആദർശമൊക്കെ ഉള്ള ആളാ. ആണോ? ആ, ആള് വലിയ ഡോക്ടറാണെങ്കിലും അതിന്റെ പവറും പത്രാസും ഒന്നും കാണിക്കാത്തൊരു പാവം സാധു. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിച്ചത് തന്നെ. പിള്ളേരുടെ ഇഷ്ടം നമ്മളായിട്ട് നടത്തി കൊടുത്തില്ലെന്ന് വേണ്ടല്ലോ. അത് ഏതായാലും നന്നായി. ഇന്ദിരേട്ടത്തെ പോലെ വലിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയും. ആ, എന്നാ നീ ഇരിക്കേ. ഓ, കഴിക്കാൻ സമയത്ത് അങ്ങ് വന്നേ. ശരി ശരി. അങ്ങോട്ട് കൊടുക്കുമോ? മാളു മുറിയിലുണ്ടോ ആന്റി? ആ, ഉണ്ട് മോളെ, നീ അങ്ങോട്ട് ചെല്ല്. ഇത് അപ്പു, മനസ്സിലായില്ലേ? അപ്പോ നീ തനിച്ചേ ഉള്ളോ? എന്താ ഗീത മണിക്കരും വരാഞ്ഞേ? അത് പിന്നെ ഓ, മനസ്സിലായി. പണിക്കരുടെ മനസ്സിൽ ദണ്ണ ഇളകിയിരിക്കല്ലേ. അപ്പൊ പിന്നെ എപ്പോഴും ആള് വേണമല്ലോ. അല്ല, നിന്നെയും ഗീതയൊക്കെ അയാള് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണെന്ന് കേട്ടല്ലോ. നേരാണോ കൊച്ചേ? ഏയ്, അങ്ങനെയുള്ള കുഴപ്പമൊന്നും അച്ഛന് ഇതുവരെ ഇല്ല. ആ, എന്നാലും സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള അസുഖക്കാരി എപ്പോഴാ നിലവിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറയാൻ പറ്റില്ല. മാളു മുറിയിലാണോ മുത്തശ്ശി? ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആ, പിന്നെ കല്യാണ പെണ്ണിനെ കാണാനും സംസാരിക്കാനും ഒരുപാട് ആൾക്കാർ വരുന്ന സമയം. കൂട്ടുകാരിയായിട്ട് വെറുതെ സൊറ പറഞ്ഞിരുന്ന് നേരം കളയരുത്. വരുന്നവർക്ക് വെറുതെ മുഷിച്ചിലുണ്ടാക്കരുത്. മുത്തശ്ശി പേടിക്കണ്ട, ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് ഉടനെ തന്നെ പോവും. അമ്മ ഇവിടെ നിൽക്കുവാണോ? അപ്പുറത്തതേ മല്ലികാന്റെ അന്വേഷിക്കുന്നുണ്ട്. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. അവര് പോകാൻ ഇറങ്ങിയോ? ആ, ഇറങ്ങിന്ന് തോന്നുന്നു. ആ, പിന്നെ അപ്പു ഇടിച്ചു കയറി അകത്തോട്ട് പോയിട്ടുണ്ട്. അവൾ അധിക നേരം അകത്ത് ചടഞ്ഞിരിക്കാതെ നോക്കിക്കോണം. വരുന്നവർക്ക് അതും ഇതും പറയാനുള്ള അവസരം ഉണ്ടാക്കരുത്. കല്യാണ വീടാ. ആളുകൾക്ക് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാ പിന്നെ അത് 1-9 പറയും. നമ്മളായിട്ട് അതിനിടയുണ്ടാക്കരുത്, കേട്ടല്ലോ? All the best, Malvika. Wishing you a blessed married life. ചടങ്ങ് തീർത്തല്ലേ? ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നിയല്ലോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ആന്റിയോടും മുത്തശ്ശിയോടും സംസാരിക്കായിരുന്നു. ഗീത ആന്റി? ഇല്ല, ഞാൻ തനിച്ചേ ഉള്ളൂ. ഡോക്ടർ വന്നോ? വന്നോ? ഞാൻ കണ്ടില്ല. അല്ല, വരുന്ന പറയുന്ന കേട്ടു. നീ തിരക്കില്ലല്ലേ? നടക്കട്ടെ. അപ്പൊ ഒരു മിനിറ്റ്, ഇപ്പൊ വരാവേ. നീ വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ. ഇപ്പൊ വന്നാ കുട്ടി അറിയോ? ഇല്ല, എവിടെ കണ്ടതുപോലെ. മാല പൊട്ടിച്ച കള്ളന്മാരെ പിടിച്ച ട്രാൻസ്ജെൻഡർ കുട്ടിയല്ലേ അത്? ഓ, അത് ഇതാണല്ലേ. ഇനിയിപ്പോ പ്രത്യേകിച്ച് ആണാവേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ തന്നെ അങ്ങനെ ആണല്ലോ. എന്താ ചിരിക്കുന്നേ? ഒരു കാര്യത്തില് ഡോക്ടർ ജോബിനോട് എനിക്ക് മതിപ്പ് തോന്നുന്നുണ്ട്. നിന്നെ ഈ കൊല്ലത്തിൽ കാണേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാവും പുള്ളിക്കാരൻ കല്യാണം ചടങ്ങായിട്ടൊന്നും വേണ്ടാന്ന് വാശി പിടിച്ചത്. എന്താ, ഈ വേഷത്തിൽ എന്നെ കാണാൻ കൊള്ളില്ലെന്നാണോ? കൊള്ളാം, സ്റ്റൈലായിട്ടുണ്ട്. മുന്നിലൊരു റാമ്പും പിന്നെ അത്യാവശ്യം ക്യാറ്റ് വാക്കും ഒക്കെ അറിയാമെങ്കിൽ മിസ് ട്രിവാൻഡ്രത്തിന്റെ കപ്പിങ് പോരും. ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ മാളു. ഈ ലുക്കിൽ നീ പൊളിയാ, ക്യൂട്ടായിട്ടുണ്ട്.
നാളെ എപ്പോഴാ കല്യാണം? 10:30 മണി കഴിഞ്ഞ മുഹൂർത്തം. ആ സമയത്ത് രജിസ്റ്റർ മാരേജ് നടത്താന്നാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ ഹോട്ടലിലെ റിസപ്ഷൻ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? വേറൊന്നുമില്ല. കല്യാണത്തിന് വരുമ്പോ ഗീത ആന്റിയും കൂടി എങ്ങനെയും കൊണ്ടുവരണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഈ ചടങ്ങില് ആന്റിയുടെ ബ്ലെസ്സിങ്സും കൂടി വേണം. അതുകൊണ്ട് നീ... ഇല്ല മാളു, ഞാൻ വരുന്നെങ്കിലല്ലേ അമ്മയെ കൂടെ കൊണ്ടുവരാൻ സാധിക്കൂ. അപ്പോ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അപ്പോ ദേഷ്യോ? എന്തിന്? ദേഷ്യമൊന്നുമില്ല, പക്ഷേ സങ്കടമുണ്ട്. അതിന്റെ കാരണം എന്താന്ന് നിനക്ക് ഞാൻ പറയാതെ തന്നെ ഊഹിക്കാലോ. ആണായി ജീവിക്കണമെന്ന് മനസ്സിൽ മോഹം ഉറച്ചിടം മുതൽ അപ്പൂന് ഇണയായും തുണയായും നീ കൂടെ ഉണ്ടാവും ആഗ്രഹിച്ചു, വിശ്വസിച്ചു. അങ്ങനെ ഒരു ബന്ധത്തിന് നിനക്ക് താല്പര്യമില്ലെന്ന് നീ തുറന്നു പറഞ്ഞു. സന്തോഷം. പക്ഷെ മാളു, എന്നിട്ടും നീ മറ്റൊരാളുടേതാവുന്നത് എനിക്കിപ്പോഴും സഹിക്കാൻ പറ്റണില്ല. എന്റെ സ്വാർത്ഥത. ക്ഷമിച്ചേക്കാം. ഡോക്ടർ ജോബിൻ ജനുവിനാണ്. എന്നെ ഒരു കൂടപ്പിറപ്പിനെ പോലെ മനസ്സിലാക്കിയ ഒരാൾ, എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ. അങ്ങനെ ഒരാളാണല്ലോ നിന്നെ സ്വന്തമാക്കുന്നതെന്ന് ഞാൻ സമാധാനിച്ചോളാം. നിങ്ങളുടേത് ഒരു നല്ല ജീവിതമായിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാമാളൂ. അപ്പോ സാരമില്ല, ദുഃഖമുണ്ടെന്നേ പറഞ്ഞോളൂ, നിരാശയൊന്നുമില്ല. അല്ലെങ്കിലും അതൊന്നും അല്ല മാളൂ ഇപ്പൊ എന്റെ മനസ്സിൽ. വിജയ് പണിക്കറും ഗീതാലക്ഷ്മിയോ ഇപ്പൊ എന്റെ മുന്നിലെ പ്രശ്നം. ആദ്യം അതിനൊരു വഴി കാണണം. VP അങ്കിൾ നടനാണോ നായകനാണോ എന്ന് ഇപ്പോഴും ഉറപ്പിച്ചു പറയാറായിട്ടില്ല. നടനാണെങ്കിൽ നല്ല ഒന്നാം തരം അഭിനയ VPയുടേത്. നായകനാണെങ്കിൽ ഒരു തകർന്ന കുടുംബകഥയിലെ ദുരന്ത നായകൻ. അപ്പോ നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരിയാവണം. തീർന്നില്ലേ നിങ്ങളുടെ പുന്നാരം പറച്ചില്? നീ ഇവിടെ വന്ന് നിന്നാൽ എങ്ങനെ എന്റെ മാളു? വരുന്നവരൊക്കെ അവിടെ കല്യാണപ്പെടിനെ തിരക്കുക. നീ ഇങ്ങോട്ട് വന്നേ. വരാം മുത്തശ്ശി. ഇന്നത്തെ ദിവസമെങ്കിലും സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നിനക്ക് പെരുമാറിക്കൂടെ കൊച്ചെ? പറഞ്ഞല്ലേ നിന്നോട്? അപ്പൊ ഞാൻ വിളിച്ചിട്ടാ മുത്തശ്ശി ഇങ്ങോട്ട് വന്നത്. ചെല്ലുമാണോ മുത്തശ്ശി പറയുന്ന കേക്ക്? ഞാനിപ്പോ ഇറങ്ങുവാ. ഇങ്ങോട്ട് വാ മോളെ. ഞാൻ പോയിട്ട് വരാം. ആ ജോബിൻ, തനിച്ചാണോ വന്നത്? ഫ്രണ്ട്സ് ആരുമില്ലേ? ഓ, രാത്രിയിൽ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി തനിച്ചിങ്ങി പോന്നു. എങ്കിൽ പിന്നെ ടീച്ചറെ കൂടി കൂട്ടായിരുന്നില്ലേ? ആ, ഞാൻ മമ്മിയെ വിളിച്ചതാ. ആളൊഴിഞ്ഞു മാറി. വാ, ഇവിടെ ഗസ്റ്റുകൾ ജോബിനെ വെയിറ്റ് ചെയ്തിരിക്കുക. ആ, ഓ അത് ശരി. ബിസിനസ് എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. മോഹൻ, ഇതാണ് നമ്മുടെ വരൻ, ഡോക്ടർ ജോബിൻ അലക്സ്. ജോബിൻ, ഇത് മോഹൻ, ഓ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഹോൾസെയിൽ ഡീലറാ. ഹലോ അങ്കിൾ. ഹലോ ജോബിൻ. ഇത് ജോൺസൺ, അഡ്വക്കേറ്റാ. ഹായ്. ഹായ്. കൺഗ്രാസ് ജോബിൻ. നിങ്ങളുടെ കാര്യം മുരളി ഞങ്ങളോട് പറഞ്ഞു. ഇക്കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു അങ്കിൾ. ആ ജോബിൻ എത്തിയോ? അമ്മ ഇപ്പൊ കൂടി ജോബിന്റെ കാര്യം ചോദിച്ചേ ഉള്ളൂ. മോഹൻ, ജസ്റ്റ് വെയിറ്റ്. ഞാൻ ജോബിനകത്ത് എല്ലാവർക്കും ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ക്യാരി ഓൺ. വാ മോനെ. അമ്മ എന്തി? വീട്ടിലുണ്ട്. ഡോക്ടർ. ആഹാ, താനിവിടെ ഉണ്ടായിരുന്നോ? വന്നിട്ട് കുറച്ചു നേരമായി. ഇറങ്ങാൻ തുടങ്ങായിരുന്നു. അല്ല, എന്താണ് കല്യാണത്തലേന്ന് പെണ്ണിന്റെ വീട്ടിലെ ചെറുക്കന് കാര്യം? അറിയില്ല, എന്നെ വിളിച്ചു വരുത്തിയതാ. അതെ,
നാളെ ഞങ്ങൾ അധികാരം വിളിക്കാതാണല്ലോ വിവാഹം നടത്തുന്നത്. അതുകൊണ്ട് ബന്ധുക്കൾക്ക് വരനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അല്ല താൻ പോവാണോ? നിക്ക്. കുറച്ചു കഴിഞ്ഞ് പോവാന്ന് ഞാൻ പറഞ്ഞതാ ജോബിൻ. ആള് കേക്കണ്ടേ? കുറച്ച് കഴിഞ്ഞിട്ട് പോവാ അപ്പു. ഇല്ല ഡോക്ടർ, കുറച്ച് തിരക്കുണ്ട്. ജോബിൻ, ഗസ്റ്റുകളകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്കിൾ 1 മിനിറ്റ്, ഞാൻ അപ്പുവിനോടൊരു കാര്യം പറഞ്ഞിട്ട് വരാം.